വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ പുതിയ പ്രഭാതം നമുക്ക് ദാനമായി നൽകിയ ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ വായന ഭാഗം സങ്കീർത്തനങ്ങൾ 115 മുതൽ 118 വരെ. ഇന്നത്തെ ചിന്തയ്ക്കായി 2 രാജാക്കന്മാർ 22 അധ്യായം 14 വാക്യം. ശല്ലൂമിൻ്റെ ഭാര്യ ഹുൽദ പ്രവാചകിയുടെ അടുക്കൽ ചെന്നു. യോശിയ രാജാവിൻ്റെ കാലത്ത് യെരുശലേമിൽ പാർത്തിരുന്ന ഒരു പ്രവാചകിയായിരുന്നു ഹുൽദ. നിലനിൽക്കുക എന്നതാണ് ഈ പേരിൻ്റെ അർത്ഥം. പഴയ നിയമ ചരിത്രം പൊതുവെ പുരുഷ മേധാവിത്വത്തിൻ്റെതാണ്. പുരുഷന്മാർക്കാണ് അവിടെ കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. എന്നാൽ അന്നും സ്ത്രീകൾ ആത്മീയ രംഗത്തും സാമൂഹിക രംഗങ്ങളിലുമെല്ലാം പ്രവർത്തിച്ചിരുന്നു. ദൈവം സ്ത്രീകൾക്കും തൻ്റെ ദൗത്യ നിർവഹണത്തിൽ ഓഹരി നൽകിയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. വേദപുസ്തകത്തിൽ പ്രവാചകിമാരായിട്ടുള്ള 5 സ്ത്രീകളെക്കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൽ മിരിയാം, ദെബോറ എന്നിവരെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് രാജവസ്ത്ര വിചാരകനായ ശല്ലൂമിൻ്റെ ഭാര്യ ഹുൽദ പ്രവാചകിയെക്കുറിച്ചാണ്. ഹുൽദയുടെ ചില സ്വഭാവ ശ്രേഷ്ഠതകൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, ന്യായപ്രമാണം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്ന ഹുൽദ. അസാധാരണമായ ഒരു സ്ത്രീരത്നമായിരുന്നു ഹുൽദ. തൻ്റെ ഭർത്താവ് രാജകൊട്ടാരത്തിലെ കാര്യവിചാരകനായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഉത്തരവാദിത്വങ്ങൾ കൂടുതൽ ഉള്ള ഒരു വ്യക്തിയുമായിരിക്കാം ഹുൽദ. കുടുംബിനിയാണ്. അതിനാൽ തൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുത്തിരുന്നു ഹുൽദ. അവയോടൊപ്പം തന്നെ 2 രാജാക്കന്മാർ 22 അധ്യായത്തിൻ്റെ 13 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഈ പുസ്തകത്തിലെ വാക്യങ്ങളെക്കുറിച്ച് എനിക്കും ജനത്തിനും എല്ലാ യഹൂദായ്ക്കും വേണ്ടി യഹോവയോട് അരുളപ്പാട് ചോദിപ്പിൻ എന്ന്. ഇങ്ങനെ ദേവാലയ ശുദ്ധീകരണത്തിനിടെ കണ്ടുകിട്ടിയ ന്യായപ്രമാണത്തെക്കുറിച്ച് അരുളപ്പാട് ചോദിക്കുവാൻ രാജാവായ യോശിയാവ് തൻ്റെ പ്രധാന പുരോഹിതന്മാരെ ഹുൽദ പ്രവാചകിയുടെ അടുക്കലേക്ക് അയക്കുന്നു. എന്നാൽ തൻ്റെ അടുക്കൽ വന്നവരോട് വളരെ വ്യക്തമായും തന്മയത്വത്തോടു കൂടിയും ഹുൽദ ദൈവിക വെളിപാട് അറിയിക്കുകയാണ് ചെയ്യുന്നത്. 2 രാജാക്കന്മാർ 22 അധ്യായത്തിൻ്റെ 16 വാക്യത്തിലാണ് നമുക്ക് അത് കാണുവാനായിട്ട് സാധിക്കുന്നത്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ഈ സ്ഥലത്തിനും നിവാസികൾക്കും യഹൂദ രാജാവ് വായിപ്പിച്ച പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത് പോലെയൊക്കെയും അനർത്ഥം വരുത്തും എന്ന്. രാജ്യത്തിന് സംഭവിപ്പാനിരിക്കുന്ന വിനാശത്തെക്കുറിച്ച് ശക്തമായി പരാമർശിക്കുകയാണ് ഇവിടെ ഹുൽദ പ്രവാചകി ചെയ്യുന്നത്. രണ്ടാമതായിട്ട്, ഒരു രാജ്യത്തെ അനുതാപത്തിലേക്ക് നയിക്കുന്ന ഹുൽദ പ്രവാചകിയുടെ പ്രവചനം കേൾക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഇതാണ്: നീ യഹോവയുടെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തുകയും നിന്റെ വസ്ത്രം കീറി എൻ്റെ മുമ്പാകെ കരകയും ചെയ്യുക കൊണ്ട് ഞാനും നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇവിടെ രാജാവും ജനങ്ങളും പുരോഹിതന്മാരും പ്രവാചകന്മാരും ആബാലവൃദ്ധം ജനമൊക്കെയും അനുതാപത്തിലേക്ക് തിരിയുന്നതായിട്ട് കാണുന്നു. അങ്ങനെ ആ രാജ്യത്ത് സംഭവിപ്പാനിരിക്കുന്ന ന്യായവിധിയിൽ അനുതപിക്കുന്ന ഒരു കൂട്ടം ജനതയെ വാർത്തെടുക്കുവാൻ ഹുൽദ എന്ന പ്രവാചകിക്ക് സാധിച്ചു. അങ്ങനെയെങ്കിൽ നമ്മുടെയും ജീവിതവും ശുശ്രൂഷകളും മറ്റുള്ളവരെയും ദൈവത്തിലേക്ക് തിരിക്കുവാനുള്ളത് ആയിട്ട് തീരണം. അങ്ങനെ ഹുൽദയെപ്പോലെ ധീരമായും ചടുലതയോടെയുമുള്ള ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളിലൂടെ മറ്റുള്ളവർക്ക് അങ്ങയെ കാണുവാനുള്ള ചാലകങ്ങളാക്കി തീർക്കണമേ. ആമേൻ.